സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം. സർക്കാരുമായുള്ള ഭിന്നതയും മുൻപുണ്ടായിരുന്ന നേർക്കുനേർ ഏറ്റുമുട്ടലുകളും കണക്കിലെടുത്താണ് യാത്രയയപ്പ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ആരിഫിന് മുമ്പ് ഗവർണറായിരുന്ന പി സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയിരുന്നു. KTDCയുടെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് അന്ന് യാത്രയയപ്പ് നൽകിയതാണ്. ഇതിനു പുറമെ സദാശിവത്തെ യാത്രയയക്കാനും മുഖ്യമന്ത്രി പോയിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയയപ്പാണ് റദ്ദാക്കിയത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ദേശീയ ദുഃഖാചരണം കണക്കിലെടുത്താണ് യാത്രയയപ്പ് ചടങ്ങ് ഒഴിവാക്കിയിരിക്കുന്നത്. നാളെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത് കണക്കിലെടുത്താണ് ഇന്ന് യാത്രയയപ്പ് ചടങ്ങ് ക്രമീകരിച്ചത്. ഇന്ന് വൈകിട്ട് 4:30 രാജ്ഭവനിൽ യാത്രയയപ്പ് നൽകാനായിരുന്നു തീരുമാനം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കൊച്ചി വഴിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള ഗവർണറായി ചുമതലയേൽക്കുക. വിശ്വനാഥ് അർലേക്കർ ജനുവരി 1 കേരളത്തിലെത്തി 2 ചുമതല ഏറ്റെടുക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ ജനുവരി 2 ബീഹാർ ഗവർണറായും ചുമതല ഏറ്റെടുക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് കഴിഞ്ഞ സെപ്റ്റംബർ 5 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നേരത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറായും ഗോവ മന്ത്രിസഭയിലും സേവനമനുഷ്ഠിച്ചിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.